നമ്മളിപ്പോൾ ഈ ജീവിക്കണ ജീവിതം ഉണ്ടല്ലോ, ഇതിൻ്റെ ഇടയിൽ നമ്മൾ മരണപ്പെട്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ നരകത്തിൽ പോകും, അല്ലെങ്കിൽ സ്വർഗത്തിൽ പോകും, അങ്ങനെയൊക്കെ നമ്മൾ പണ്ട് തുടങ്ങി കേൾക്കുന്നതാണ്. പക്ഷെ എനിക്ക് തോന്നിയതുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ നരകവും സ്വർഗവും ഒക്കെ നമ്മുടെ ഇപ്പോൾ ജീവിക്കണ ഇതിൽ നമ്മൾ ജീവിച്ച് തീരും പലപ്പോഴായിട്ട്. അപ്പോൾ നമുക്കറിയില്ല, മരിച്ചാലല്ലേ അറിയുള്ളൂ നരകമുണ്ടോ സ്വർഗമുണ്ടോ. അപ്പോൾ ഇപ്പോൾ ഈ ജീവിക്കണ ജീവിതം അതാണ് നിങ്ങൾ ആസ്വദിക്കേണ്ടത്. അതാരെയും ബുദ്ധിമുട്ടിക്കാണ്ട് ആസ്വദിക്കുക. അതാണ് എനിക്ക് പറയാനുള്ള കാര്യം. അതായത് നമ്മൾ സ്വയം ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ ജോലി ചെയ്യുക, അതിൽ കിട്ടണ ഇൻകം അത്യാവശ്യം സേവ് ചെയ്യാനും വയ്ക്കുക. പിന്നെ സേവ് ചെയ്യണമെന്ന് പറയണ വേറൊന്നും ഉണ്ടല്ല, അത്യാവശ്യം പെട്ടെന്ന് മെഡിക്കൽ ആവശ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ 10 പൈസ ഇല്ലെങ്കിൽ നമ്മൾ ആകെ തെണ്ടിപ്പോവും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് സേവ് ചെയ്യാൻ പറയുന്നത്. പിന്നെ എന്ന് പറയണത് നമുക്ക് അത്യാവശ്യം ജീവിതം ആസ്വദിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ, യാത്രകൾ പോകാൻ. കാരണം ഈ ലോകത്ത് നമ്മളെല്ലാവരും എത്ര നാളുണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. ആരായാലും ഉണ്ടാവും. ഇപ്പം എത്ര വയസ്സായിട്ടുള്ള ആൾക്കാരാണെങ്കിലും, അല്ലെങ്കിൽ എന്താ പറയുക, ഏൺ ചെയ്ത് തുടങ്ങിയത് 10-18 വയസ്സ് കഴിഞ്ഞ് ജോലിക്ക് നമ്മൾ സ്വതവേ ജോലിക്ക് പോകും. മിക്കവരും പഠിക്കാൻ പോവും, സൈഡായിട്ട് എന്തെങ്കിലും ബിസിനസ് തുടങ്ങും, അങ്ങനെ ചെയ്യണവരാണ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ ജീവിതം ആസ്വദിക്കാൻ മറക്കരുത്. കാരണം പലരും, എൻ്റെ അറിവിൽ പലരും ലോക്കായി പോണ അവസ്ഥയുണ്ട്. അത് ആവാതിരിക്കാനുള്ളതാണ് ഞാൻ പറയണത്. നിങ്ങൾ സേവ് ചെയ്യുക. കല്യാണം കഴിക്കാനും കഴിക്കാതിരിക്കണമൊക്കെ ഓരോരുത്തരും ഇഷ്ടമുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നെ പറയാം. അപ്പോൾ എന്തായാലും എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങളെല്ലാവരും നിങ്ങളുടെ ലൈഫ് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ സന്തോഷത്തോടെ എൻജോയ് ചെയ്യാൻ നോക്കുക. ഓക്കെ.